അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലഫി വർക്ക്ഷോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആധുനിക സലഫി പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധനായ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള സംസാരം. ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ കാലഘട്ടം 1703 ജനിക്കുകയും 1792 മരണപ്പെടുകയും ചെയ്ത ഇദ്ദേഹം ആധുനിക മുസ്ലിം ചരിത്രത്തിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വന്ന ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ തന്നെ പരിഗണിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാവുന്നതുപോലെ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എല്ലാം ഇപ്പോൾ വളരെ നെഗറ്റീവായ പ്രതിലോമകരമായ ഭാഷയിലൂടെ വ്യവഹരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ദാരുണമായ ഒരു അവസ്ഥ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹം ചെയ്ത സംഭാവനകൾ, ഇതിനോടെല്ലാം ഉള്ളൊരു അവമതിയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ സംഭവിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രവർത്തന കാലഘട്ടം ഈ പറഞ്ഞതുപോലെ തന്നെ 1700കളുടെ പശ്ചാത്തലത്തിലാണ്. അതിനെക്കുറിച്ച് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത നമ്മൾ പ്രത്യേകം അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അതും മക്കയും കഅബയുടെയും ചുറ്റുപാടുണ്ടായിരുന്ന ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു പ്രശ്നത്തിൽ ആയിരുന്നു എന്നാണ് ആ കാലഘട്ടത്തിലെ നജിദിൻ്റെയും ദരിയൻ ഭാഗത്തിൻ്റെയും ചരിത്രം വിശദീകരിക്കുന്നവർ പറയുന്നത്. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള സൂക്ഷ്മത. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, അവിടെ നിലനിന്നിരുന്ന അനാചാരങ്ങളുടെയും അതുപോലെ തന്നെ ദുരാചാരങ്ങളുടെയും ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടം പലപ്പോഴും മുസ്ലിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള നീക്കങ്ങൾ, ജ്യോത്സ്യന്മാരെ അംഗീകരിക്കുക, അതുപോലെ തന്നെ വൃക്ഷങ്ങളോടുള്ള ചില സാധാരണ ഈ ഷിർക്കൻ എന്ന് പറയുന്ന ബഹുദേവാരാധനയുടെ തന്നെ അടയാളങ്ങളുള്ള ഒരുപാട് ആചാരങ്ങൾ ഈ നജിദിൻ്റെയും ചുറ്റുപാടുകളും സജീവമായിരുന്നു എന്ന് ഈ ഒരു കാലഘട്ടം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ചില ഒരു ചരിത്രം പറയുന്നത് ഏകദേശം ഒരു 17ാം നൂറ്റാണ്ടിലൊക്കെ നിരവധി പണ്ഡിതന്മാരെയും, ഇവരെ പരിഷ്കരിക്കാൻ വന്ന നിരവധി പണ്ഡിതന്മാരെയും വധിച്ച ഒരു കാലഘട്ടം നജിദിലെ വിവിധ ഗോത്രങ്ങൾക്കുണ്ട് എന്ന് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിലൊരു ഉദാഹരണം, നജിദിലെ ഒരു ഗ്രാമക്കാർ അവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരെയും ഒരേ സമയത്ത് വധിക്കാൻ തീരുമാനമെടുത്തത്രേ. അങ്ങനെ കുബറായി എന്ന് പറയുന്ന ഒരു പ്രദേശത്തിലെ നിവാസികൾ അവിടുത്തെ പ്രധാന പണ്ഡിതനായിരുന്ന മൻസൂർ അബു ഖലീലിനെ വധിക്കുന്നു. അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അങ്ങനെ അതുപോലെ തന്നെ ജനാഹു എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, ഗോത്രവിഭാഗം, അവരുടെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരെ വധിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ അല്ലാമ ഇബ്നു ഖനാം അദ്ദേഹത്തിൻ്റെ റൗദത്തുൽ അഫ്കാർ വൽ അഫ്ഹാം എന്ന് പറയുന്ന ചരിത്ര രചനയിൽ ഈ ഒരു കാലഘട്ടത്തിലെ 17-18 ആ ഒരു നൂറ്റാണ്ടിലെ നജിദിനെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നജിദിലെയും ഈ അഹ്സായിലെയും പരിസര പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ സാധാരണ കുറ്റകൃത്യങ്ങൾ മാത്രമല്ല ഷിർക്ക് തന്നെ ചെയ്യുന്നവരായിരുന്നു എന്നാണ് ഉപയോഗിക്കുന്നത്. അത് ഷിർക്ക് എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കണമെങ്കിൽ എത്രത്തോളം അത് കാഠിന്യമുള്ളതാവണം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് പുറമെ സജ്ജനങ്ങളെയും ഔലിയാക്കളെയും അവർ ആരാധിച്ചു എന്നൊരവസ്ഥയാണ് അദ്ദേഹം ഇബ്നു ഖനാം അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നത്. അതുപോലെ തന്നെ അപകടഘട്ടങ്ങളിൽ അഭയം തേടിയിരുന്നതും ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നതെല്ലാം ഈ മഹാന്മാരായ മനുഷ്യന്മാരോടായിരുന്നു. അതുമാത്രമല്ല, കല്ലുകൾക്കും മരങ്ങൾക്ക് പോലും അവർ ഈ ഒരു മഹത്വം കൽപ്പിച്ചിരുന്നതായി പറയുന്നുണ്ട്. അതായത് ആ ഭാഗത്തൊരു ഫിദ എന്ന് പറയുന്ന ഒരു ഈത്തപ്പന ഉണ്ടായിരുന്നത്രേ. അതിനെ അവർ ഫഹ്ല് എന്ന് പറയുന്ന പേരാ, കൂറ്റൻ എന്നുള്ള അർത്ഥത്തിലൊരു പേരാ നൽകിയത്. അതിന് അവർ ഉപയോഗിച്ചിരുന്നത് പ്രായമായിട്ടും വിവാഹിതരാവാൻ കഴിയാത്ത സ്ത്രീകൾ ഈ വൃക്ഷത്തെ കെട്ടിപ്പിടിച്ച് ഭക്തിപൂർവ്വം ഈ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുമത്രേ. പിന്നീട് അവർ തന്നെ
ഈ പുരുഷന്മാരെ അന്വേഷിച്ച് നടക്കുകയും അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ മരത്തിൻ്റെ കറാമത്താണ് എന്ന രീതിയിൽ ഒരു കാഴ്ചപ്പാട് അവർ പുലർത്തിയിരുന്നത്രേ. അതുപോലെ തൊർഫിയയിൽ എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. തൊർഫിയ എന്ന് പറയുന്ന ഭാഗത്ത് വേറൊരു വൃക്ഷത്തെയും ഇതേപോലെ അവർ ആരാധിച്ചു എന്നാണ് ഈ പണ്ഡിതൻ പറയുന്നത്. അതായത് കുഞ്ഞു കുട്ടികളുടെ ദീർഘായുസ്സിന് വേണ്ടി ഈ മരങ്ങളിൽ മേൽ കയറും തുണിയുമൊക്കെ അവർ കെട്ടിയിടുമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് നിറഞ്ഞൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദരിയാ ഭാഗത്ത് ഒരു പർവ്വതത്തിലൊരു ഗുഹയുണ്ടായിരുന്നു. ഈ ഗുഹയും ബിന്ദുൽ അമീർ എന്നാണ് ആ ഗുഹയെ വിളിച്ചിരുന്നത്. അവിടെ പോവുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടും എന്നൊരു കാഴ്ചപ്പാടും അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ഔലിയാക്കളെ കുറിച്ച് വലിയ ഒരു അതിര് കവിഞ്ഞ തരത്തിലുള്ള ഒരു ആരാധനാ മനോഭാവം അവർക്കുണ്ടായിരുന്നത്രേ. ഈ ഖറജ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഒരു അന്ധനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അയാൾ മരുഭൂമികളും മലയോരങ്ങളൊക്കെ ഇങ്ങനെ താണ്ടി നാട് ചുറ്റി നടക്കാറുണ്ടായിരുന്നത്രേ. അപ്പൊ ഈ മനുഷ്യന് വേട്ടമൃഗങ്ങളോ കവർച്ചക്കാരോ ഒന്നും അറ്റാക്ക് ചെയ്യാത്തത് കൊണ്ട് ഇയാളൊരു വലിയ ആവണമെന്നും അതുകൊണ്ട് അയാളെ വല്ലാണ്ട് ആരാധിക്കാൻ തുടങ്ങുകയും അല്ലെങ്കിൽ വിശ്വസിക്കാൻ തുടങ്ങുകയും ഇയാളുടെ മരണശേഷം അവിടെ ആ ഖബറുണ്ടാക്കി അതിൽ അർച്ചന ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മതപരമായ പ്രശ്നം ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അവിടുത്തെ ആ ഭാഗങ്ങളിൽ വിവിധ ചെറുത് ആയ അമീറേറ്റുകളായിരുന്നു, ഇമാറത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും രാഷ്ട്രീയ ഒരു അരക്ഷിതാവസ്ഥയൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ആ സമൂഹത്തിൻ്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് പുസ്തക രചനകൾ നടത്തുകയും ദഅവത്തിന് പ്രബോധനത്തിന് തയ്യാറാവുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും വളരെ രൂക്ഷമായ ഒരു മുസ്ലിം സാമുദായിക പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിലും അതേ രൂക്ഷമായ തന്നെ ഒരു ഭാഷ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അതേ ഒരു സാഹചര്യം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളാൽ നിറഞ്ഞ നജിദ് ഭാഗത്തെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ബിദ്അത്ത് ഖുറാഫാത്ത് പോലുള്ള പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അതേ തീക്ഷ്ണമായ ഭാഷയിൽ തന്നെ ആയിരുന്നു ഇദ്ദേഹം അത് കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയെ ആ ഒരു കാലഘട്ടത്തോടും അവിടുത്തെ ജനങ്ങളോടും അവരുടെ നിലപാടുകളോടും ചേർത്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ വേറൊരു വിഷയം, ഈ വഹാബി എന്നുള്ള പദപ്രയോഗത്തെ ഈ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളോ അവർ തിരഞ്ഞെടുത്തിരുന്നില്ല. അവർക്കിഷ്ടപ്പെട്ട പദപ്രയോഗം ഒന്നുകിൽ സലഫികളെന്നോ അല്ലെങ്കിൽ മുവഹിദ്, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എന്നോ ആണ് അവർ സ്വയം കരുതിയിരുന്നത്. അതായത് അഹ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഹുസൈൻ അതിൻ്റെ ദഅവത്തുൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സലഫി അല വഹാബിയ എന്ന് പറയുന്ന രചനയിൽ ഈ ഒരു വിശദീകരണം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കാരണം വഹാബി പദപ്രയോഗങ്ങളൊക്കെയും അത് യഥാർത്ഥത്തിൽ ഒരു മോശം ഡെറഗേറ്ററി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമായി അന്ന് കൈകാര്യം ചെയ്യപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ അവരുദ്ദേശിച്ചത് അന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ സാമുദായികമായ മതപരമായ ഒരു പരിഷ്കരണമായിരുന്നു എന്നാണ് ഇതിൻ്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ വഹാബി എന്നുള്ള പദപ്രയോഗം നമുക്ക് തന്നെ അറിയാവുന്നത് പോലെ അത് ഒരു യൂറോപ്യൻ ഒരു കോയിനേജ് ആണ്. ആ ഭാഗങ്ങളിലേക്ക് യാത്രയായ ബ്രിട്ടീഷുകാരും മറ്റു പല യൂറോപ്യൻ യാത്രികരും അതുപോലെ തന്നെ നയതന്ത്ര പ്രതിനിധികളും ഓറിയന്റലിസ്റ്റ് അടക്കമുള്ള ആൾക്കാരാണ് ഈ പദപ്രയോഗത്തിൻ്റെ പിറകിലുള്ളത്. അന്നത്തെ പ്രധാനപ്പെട്ട ഫ്രഞ്ച് എഴുത്തുകാരനായ ഒലിവർ ദെ കൊറനാറസ്, അദ്ദേഹം ഹിസ്റ്റോറീസ് ദേ വഹാബീസ് എന്ന് പറയുന്ന 1810 ഒരു ബുക്ക് തന്നെ എഴുതുന്നുണ്ട്. അവിടെ ഈ പദപ്രയോഗം നമുക്ക് കാണാം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് യാത്രികനായ ബുക്കാട്ടും അദ്ദേഹം ഹിജാസിനെ കുറിച്ച് പറയുന്ന ഭാഗത്തും 1816 ഈ വഹാബി എന്നുള്ള ഒരു പദപ്രയോഗം അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷിന് വിരുദ്ധരായ ആരൊക്കെയുണ്ടോ, അത് സൂഫി മാനദണ്ഡം സ്വീകരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരാവട്ടെ ആരുമാവട്ടെ, ബ്രിട്ടീഷ് വിരുദ്ധരായ ആരൊക്കെയുണ്ടോ അവരെയൊക്കെയും വഹാബി എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചാണ് അവരെ അഭിസംബോധന ചെയ്തത് എന്നും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ പദപ്രയോഗത്തിൻ്റെ ഒരു ചരിത്രം, അത് ഉൾക്കൊള്ളുന്ന ഒരു കൊളോണിയൽ മീനിങ്, ഒരർത്ഥം അതിൻ്റെ പുറകിലുണ്ടെന്നും ആ പദപ്രയോഗത്തെ
ഒരു അസ്ഥാനത്ത് ഉപയോഗിക്കുന്നതോടുകൂടി ഉണ്ടാവുന്ന അർത്ഥവ്യത്യാസങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇദ്ദേഹം ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് നിരവധി രചനകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ് ഒന്ന് കിതാബ് തൗഹീദ്. ഒരു പക്ഷേ ആധുനിക സലഫി മൂവ്മെൻറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ പീസ് എന്ന നിലയിൽ അവർ കാണുന്നത് കിതാബ് തൗഹീദ് തന്നെയാണ്. എന്താണ് തൗഹീദ് എന്നും അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സമൂഹത്തിലുണ്ടായിരുന്ന ഷിർക്കൻ അടയാളങ്ങളെ അല്ലെങ്കിൽ ഷിർക്കിനോടുള്ള അമിതമായ അവരുടെ താല്പര്യത്തെ അല്ലെങ്കിൽ ഷിർക്കിലേക്ക് നയിക്കുന്ന അവരുടെ രീതികളെ ശക്തമായി വിമർശിക്കുന്ന, അതിൽ നിന്ന് തടയുന്ന ഒരു കിതാബാണ്, രചനയാണ് കിതാബ് തൗഹീദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കശ്ഫുൽ ശുബ്ഹാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയുണ്ട്. ഈ അഖീദയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ ഈമാൻ വിശ്വാസപരമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും മറുപടി എഴുതുക എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കശ്ഫുൽ ശുബ്ഹാത്ത് അദ്ദേഹം എഴുതിയത്. അതുപോലെ തന്നെ അൽ ഉസൂസ് സലാസ, മൂന്ന് പ്രധാനപ്പെട്ട അടിയാധാരങ്ങൾ എന്ന നിലയിൽ അദ്ദേഹം ആരാണ് അള്ളാഹു, ഏതാണ് ദീൻ, ആരാണ് നബി എന്ന തരത്തിലുള്ള മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി കൈകാര്യം ചെയ്തുകൊണ്ടുള്ള രചനയാണ് അൽ ഉസൂലു സലാസ എന്ന് പറയുന്ന കിതാബ്. അതുപോലെ തന്നെ അൽ ഖവായിദുൽ അർബ, നാല് പ്രധാനപ്പെട്ട നിയമങ്ങൾ, റൂൾസ് എന്ന നിലയിൽ അദ്ദേഹം ഈ അഖീദയുടെ പ്രധാന അടിസ്ഥാനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ആ ബുക്കിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൽ മുഖ്തസർ സിറാത്തുർ റസൂൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഒരു സമ്മറി എന്ന നിലയിൽ പ്രധാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമങ്ങളെയും ജീവിത രീതിയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു കിതാബാണ് മുഖ്തസർ എന്ന് പറയുന്നതിൻ്റെ കിതാബ്. അതുപോലെ തന്നെ അർ റദ്ദു അല റാഫിള, അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ സജീവമായിരുന്ന ഷീ വിഭാഗങ്ങളെ, അതായത് നജീദിൻ്റെ ചുറ്റുപാടുണ്ടായിരുന്ന പ്രത്യേകിച്ച് ഇറാൻ, ഇറാഖ്, പേർഷ്യൻ ഭാഗങ്ങളിൽ സജീവമായിരുന്ന ആൾക്കാരെ ശക്തമായ ഒരു പോളമിക് ഡിബേറ്റിൻ്റെ അർത്ഥത്തിൽ തന്നെ ആ ഒരു ഭാഷയിൽ തന്നെ രചിച്ച കിതാബാണ് റദ്ദു അല റാഫിള എന്ന് പറയുന്ന കിതാബ്. അതുപോലെ തന്നെ മുഖ്തസർ സാദുൽ മആദ്, പ്രമുഖ പണ്ഡിതനായിരുന്ന ഇബ്നുൽ ഖയ്യിമിൻ്റെ കിതാബിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിലാണ് മുഖ്തസർ സാദുൽ മആദ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഇതിനെ കൂടാതെ നിരവധി ചെറുതും വലുതുമായ ഒരുപാട് കത്തുകളും ബുക്ക്ലെറ്റുകളും അദ്ദേഹത്തിൻ്റെതുണ്ട്. ഇതെല്ലാം ഒന്നിച്ചായിട്ട് പല കിതാബുകൾ നമുക്ക് കാണാം. അതിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ ലഘുലേഖകൾ, അദ്ദേഹത്തിൻ്റെ കത്തുകൾ, വിവിധ വിഷയങ്ങളെ, പ്രത്യേകിച്ച് അഖീദ, ആരാധന, നിയമങ്ങൾ അടക്കമുള്ള വിവിധ വിഷയങ്ങളെ അവലംബിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചെറുതും വലുതുമായ രചനകളും നമുക്ക് വേറെയും കാണാം. അതുപോലെ തന്നെ അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന ഈ അനാചാരങ്ങൾ, അതുപോലെ തന്നെ ബിദ്അത്തുകൾ, താഗൂത്ത്, അതായത് ഷിർക്കിനോട് സാമ്യമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിഷയങ്ങളും അനിസ്ലാമികമായ ശക്തികളെ കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള രചനകളും അദ്ദേഹത്തിൻ്റെ രചനകളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നോക്കുക, അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകൾക്കും ആ ഒരു കാലഘട്ടത്തിൻ്റെ അഖീദയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മാനം നമുക്ക് കാണുവാൻ കഴിയും. കാരണം അന്ന് അത് അനിവാര്യമായിരുന്നു എന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം പോലും വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇത് നമുക്ക് അടുത്തതായ വിഷയം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്നും പരിശോധിക്കാം. നേരത്തെ വിശദീകരിച്ചതുപോലെ രാഷ്ട്രീയപരമായ ഒരുപാട് അരക്ഷിതാവസ്ഥയും വിഭജനങ്ങളും വിഘടനങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. ഇദ്ദേഹത്തിൻ്റെ മൂവ്മെന്റ് വരുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നജ്ദ് എന്ന് പറയുന്നത് ആ പ്രദേശം ഒരുപാട് ചെറിയതും വലുതുമായ ഇമാറത്തുകളായും അതുപോലെ തന്നെ ഈ ഗോത്രവർഗത്തിൻ്റെ വിഭാഗങ്ങളായും തരംതിരിഞ്ഞ് ഒരുപാട് പരസ്പരം സംഘർഷാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഏകീകൃതമായ ഒരു സെൻട്രൽ അതോറിറ്റി ആ ഭാഗത്തുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൗദി അറേബ്യ, ഇന്നത്തെ സൗദി അറേബ്യ ആയിട്ടല്ല ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടത്. 18-ാം നൂറ്റാണ്ടിലെ ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ആ ഒരു കാലഘട്ടത്തിൽ മക്കയും മദീനയും മെക്കയും അത് ഉസ്മാനികളുടെ നേരിട്ട് കയ്യിലാണെങ്കിൽ പോലും നജ്ദ് പോലുള്ള അന്ന് ഉൾഭാഗങ്ങളായിരുന്ന പ്രദേശങ്ങൾ ഉസ്മാനികളുടെ നേരിട്ട് അധികാരത്തിലായിരുന്നില്ല. ഈ തരത്തിലുള്ള ട്രൈബൽ നേതാക്കന്മാരോ ഇമാറത്തുകളോ അങ്ങനെയുള്ള ചെറുതും വലുതുമായ ചില ഇൻഡിപെൻഡൻ്റായ റൂളേഴ്സ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു വേണ്ടത്ര സ്റ്റെബിലിറ്റി ആ ഭാഗത്തുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ വിശദീകരിച്ചതുപോലെ മതകീയ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പതനം ആ ഭാഗത്തുണ്ടായിരുന്നു. അതിന് മഹ്മൂദുൽ മഹ്ദി അൽ ഇസ്തംബൂലി അദ്ദേഹത്തിൻ്റെ അഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഫി മിർആത്ത് ഉലമ ഷർഖ് വൽ ഗർബ് എന്ന് പറയുന്ന കിതാബിൽ ഈ ഒരു വിശദീകരണം നന്നായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം.
അവിടുത്തെ ഖുർആനും സുന്നത്തിനോടുള്ള അവരുടെ പ്രശ്നങ്ങൾ, ബിദ്അത്ത് നിരവധി രൂപപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നേരത്തെ വിശദീകരിച്ചതുപോലുള്ള പുണ്യാളന്മാരോടുള്ള, അതുപോലെ തന്നെ അവരുടെ ഖബറുകളോടുള്ള, അതിനോടനുബന്ധിച്ച് ഒരുപാട് ഷിർക്കിലേക്ക് നയിക്കുന്ന റിച്വലുകൾ രൂപപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഗോത്രവർഗ നിയമങ്ങൾക്കും കസ്റ്റംസിനും നോംസിനും ധാരാളം പ്രാധാന്യമുണ്ടാവുകയും അവിടെ ഒരു ഇസ്ലാമികമായ ലോയ്ക്ക് അത്രത്തോളം പ്രാധാന്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ വിശദീകരിച്ചതുപോലെ ഈ നിയമത്തെക്കുറിച്ച് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എഴുതാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്ന് അഖീദ എന്നത് പ്രശ്നമാവുകയും ഇസ്ലാമിൻ്റെ ലോ, ഖാനൂൻ എന്ന് പറയുന്നത് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിഷയം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഉസ്മാനി ഖിലാഫത്തിൻ്റെ അവിടുത്തെ ഒരു പശ്ചാത്തലം വളരെ ദുർബലമായിരുന്നു. ആൽബർട്ട് ഖുറാനിയുടെ അറബിക് തോട്ട് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം അതിൻ്റെ ഒരു അവസ്ഥ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കാരണം ഉസ്മാനികൾ അവരുടെ ആ ഭാഗത്ത് വേണ്ടത്ര പവർ ഇല്ലാതിരിക്കുക, അത് മാത്രമല്ല ഈ ഉസ്മാനികളുടെ തന്നെ നിലപാടിനോട് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന് വളരെ വ്യതിരിക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു ദുർബലാവസ്ഥയും അതുകൊണ്ടൊരു സെൻട്രലൈസ്ഡ് ആയ ഒരു പവർ അതോറിറ്റി ഇല്ലാത്തതും ഇതിൻ്റെ ഒരു പ്രധാന വിഷയമായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അതിനോടനുബന്ധിച്ചുണ്ടായ സാമൂഹിക പ്രശ്നങ്ങളും ഈ ഒരു സെൻട്രലൈസ്ഡ് ആയ അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് മക്കയും മദീനയും ഒക്കെ ഖിലാഫത്തിന്റെ കീഴിലായിരുന്നെങ്കിൽ പോലും ഈ ഭാഗങ്ങളിലേക്ക് അധികാരം അങ്ങോട്ട് എത്തിച്ചേരാത്തത് കൊണ്ടും വേണ്ടത്ര തരത്തിലുള്ള ഒരു സാമൂഹിക ഒരു പരിരക്ഷണം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ദാരിദ്ര്യവും വരൾച്ചയും രോഗങ്ങളും സാമ്പത്തിക അസമത്വങ്ങളും നിരന്തരം സംഭവിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഇമാറാത്തുകൾക്കൊന്നും അത് വേണ്ടത്ര രീതിയിൽ പരിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് നജിദിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് ഉയനൈന എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് ദരിയൻ ഭാഗത്തേക്ക് 1744 അവിടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ബിൻ സൗദ് എന്ന് പറയുന്ന സൗദ് കുടുംബത്തിൻ്റെ ഈ അമീറിനെ വന്ന് കാണുകയും അങ്ങനെ 1744 അവർക്കിടയിൽ ഒരു പാക്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. അതായത് ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ദഅവത്ത് അമീർ മുഹമ്മദ് ബിൻ സൗദ് ഏറ്റെടുക്കുന്നു. ആ ഒരു ദഅവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഇമാറത്തിൻ്റെ വളർച്ച, ജിഹാദിലൂടെയുള്ള വളർച്ച, അതായത് ജിഹാദ് എന്ന് പറയുന്ന ചുറ്റുപാടും ഇതേപോലെ തന്നെ ബിദ്അത്ത് ഖുറാഫാത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെയും അവർക്കെതിരെ വാളെടുത്തുകൊണ്ട് തന്നെ ഒരു പോരാട്ടത്തിന് ഇദ്ദേഹം സഹായിക്കുന്നത് കാണാം. ആ തരത്തിലുള്ള ഒരു ഉമറ, ഒരു അമീറിൻ്റെയും ഒരു ആലിമിൻ്റെയും തമ്മിലുള്ള ഒരു പാക്റ്റും കൂടിയായിരുന്നു 1744 അവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഈ ഒരു ആദ്യത്തെ സൗദി ഡൈനാസ്റ്റിയുടെ പ്രധാനമായ ഒരു ഗ്ലോബൽ ഇമേജിലേക്ക്, ഗ്ലോബൽ ഒരു ആഗോള തലത്തിലേക്ക് ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം 1744 ഇവർ തമ്മിലുള്ള ഒരു പാക്റ്റ് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പ്രധാനമായും പറഞ്ഞു വെച്ചത് എന്താണ്? അദ്ദേഹം തൗഹീദിനെ ഏറ്റവും നന്നായി അന്നത്തെ സാഹചര്യത്തിൽ എത്രയും കണിശമായിട്ടാണ് വിശദീകരിക്കേണ്ടത് ആ തരത്തിലുള്ള വിശദീകരണമാണ് അദ്ദേഹം ചെയ്തത്. കിതാബ് തൗഹീദിൽ ഈ ഒരു വിഷയം പ്രധാനമായി തന്നെ നമുക്ക് കാണാം. അവിടെ അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. അത് ചെറിയൊരു അനക്കമാണെങ്കിൽ പോലും അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് അതിനെ എതിർത്തത്. അതെല്ലാം ഷിർക്കിനോട് സാമ്യതപ്പെടുത്തുന്ന രീതികളാണ് എന്ന രീതിയിൽ അദ്ദേഹം അതിനെ കണ്ടു. അതുകൊണ്ട് തന്നെ വലിയനെ, ഔലിയാക്കളെ, അവരോടുള്ള സഹായം തേടലുകൾ, അതുപോലെ തന്നെ ഖബറിനോടുള്ള അവരുടെ ആരാധന, അതുപോലെ ബാക്കിയുള്ള ജീവജാലങ്ങൾക്കും മറ്റുള്ളതിനുമെല്ലാം ഒരു അഭൗതികമായ ശക്തി കണക്ട് ചെയ്ത് സംസാരിക്കൽ, ഈ തരത്തിലുള്ള കാഴ്ചപ്പാടിനെ എല്ലാം അദ്ദേഹം ശക്തമായി എതിർക്കുകയും കിതാബ് രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ എല്ലാ സലഫി പണ്ഡിതന്മാരും പറയുന്നത് പോലെ തന്നെ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമുള്ള ഒരു മടക്കം മാത്രമാണ് അതിൻ്റെ ഒരു പരിഹാരം എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. ബിദ്അത്തിനെ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിഹാദ് എന്ന നിലയിൽ തന്നെ അദ്ദേഹം കണ്ടു, ബിദ്അത്തിനെതിരെ എതിർക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹത്തിൽ അദ്ദേഹം ഇന്നും ഒരുപക്ഷെ ലോകത്തെല്ലായിടത്തും സലഫി പ്രസ്ഥാനങ്ങൾ ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഒരു റെഫറൻസായി സ്വീകരിക്കാനുള്ള പ്രധാന കാരണം തന്നെ ഇങ്ങനെയുള്ള മുസ്ലിം ലോകത്തുണ്ടെന്ന അനാചാരങ്ങളെക്കുറിച്ച് ശക്തിയുക്തം സംസാരിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ കുറിച്ച് സംസാരിച്ച പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്ന്.
ആ സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയെ പോലും നമ്മൾ പരിഗണിക്കേണ്ടത്. ആ ഒരു പരിഗണന ഇല്ലാതെ നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫത്വകളെ നമ്മുടെ ലോകത്തേക്ക്, അതായത് നൂറ്റാണ്ടുകളായി അമുസ്ലിം സഹോദരന്മാരുടെ ഇടയിൽ നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ജീവിത രീതിയെ അളക്കുവാൻ വേണ്ടി നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ തന്നെയുള്ള ഭാഗത്ത് വന്ന ഫത്വകളെ എടുത്ത് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ ഒരു ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാര്യത്തിലും അത് സൂട്ടബിൾ ആണ്, ആ ചർച്ച അനിവാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മാത്രം മടങ്ങുക, ഒരു തരത്തിലുമുള്ള ബ്ലൈൻഡായ അന്ധമായ അനുകരണം, തഖ്ലീദ് അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. അത് പണ്ഡിതന്മാരായിരുന്നാലും ശരി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരായിരുന്നാലും ശരി, ആ തരത്തിലുള്ള തഖ്ലീദ് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇജ്തിഹാദ് എന്നത് അടയപ്പെട്ടതല്ല എന്നും അതിന് കൂടുതൽ പ്രാധാന്യം വേണമെന്നും അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ വിദ്യാഭ്യാസ മേഖലയിലും ഇസ്ലാഹിൻ്റെ കാര്യത്തിലും പരിഷ്കരണത്തിൻ്റെയും കാര്യത്തിലുമാണ് അദ്ദേഹം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് നമസ്കാരം, വിശ്വാസം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന് നിരവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയും ഒരു വ്യക്തി കേന്ദ്രീകൃത പരിഷ്കരണത്തിന് സഹായിക്കാവുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സാമൂഹിക ധാർമ്മികമായിട്ടുള്ള ഒരു പരിഷ്കരണം, ഒരു നവോത്ഥാനവും അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിന് മുമ്പ്, അതായത് ജാഹിലി കാലത്തുണ്ടായിരുന്ന പല ആചാരങ്ങളോടും സാമ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ചിന്തകളും ആചാരാനുഷ്ഠാനങ്ങളും നജിദിൻ്റെയും ഭാഗത്ത് പടർന്നപ്പോൾ അതിനെ തിരുത്തണമെന്നും ശരിയായ ഒരു സലഫ് സാലിഹ്യങ്ങളിലേക്കുള്ള ഒരു മടക്കം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പറയുന്നതിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക് ആ ഒരു തീവ്രത ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു അഖീദയുടെ വിഷയത്തിൽ എന്ന് മാത്രമല്ല, ഫിഖഹിന്റെ വിഷയത്തിൽ പോലും തഖ്ലീദിനെ അദ്ദേഹം ശക്തമായി വിമർശിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ടെക്സ്റ്റിലേക്ക്, യഥാർത്ഥ സോഴ്സിലേക്ക്, സലഫികൾ എന്താണോ ചെയ്തത് ആ ഒരു സോഴ്സിലേക്ക് തന്നെ മടക്കമാണ് അനിവാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പറയുമ്പോഴെല്ലാം ഒരുപക്ഷെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ജീവിതത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മൂത്ത സഹോദരനായിരുന്ന സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബിന്റെ രചനകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ കുടുംബം, ഷെയ്ഖ് അബ്ദുൽ വഹാബ്, ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പണ്ഡിത കുടുംബം തന്നെയായിരുന്നു. ഇവരുടെ മുൻ ജനറേഷനും പണ്ഡിത കുടുംബം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യസിക്കാനും ആ തരത്തിലുള്ള ഒരു അഗ്രഗണ്യരായി മാറാനും ആ കുടുംബത്തിന് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുലൈമാൻ അബ്ദുൽ വഹാബും ആ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രമുഖനായ പണ്ഡിതൻ തന്നെയായിരുന്നു. സുലൈമാൻ അബ്ദുൽ വഹാബാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആദ്യത്തെ വിമർശകനായി മാറുന്നത് എന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ അൽ ഫസ്ലുൽ ഖിതാബ് ഫി റദ്ദ് അല മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ സ്വന്തം സഹോദരനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ റെഫ്യൂട്ടേഷൻ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ആദ്യ പഠനം എന്ന നിലയിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ മറ്റൊരു ചരിത്രം പറയുന്നത്, ഇങ്ങനെ തന്നെ വിമർശിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം അവസാന കാലത്ത് തൻ്റെ അനുജൻ്റെ കാഴ്ചപ്പാടുകളോട് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ഈ സുലൈമാൻ അബ്ദുൽ വഹാബിൻ്റെ പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയായിരുന്നു? അതൊന്ന് തിയോളജിക്കലായ ദൈവതത്വശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്. അതിൽ ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അതായത് സുലൈമാൻ അബ്ദുൽ വഹാബിന് ഫീൽ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ഈ റെഫ്യൂട്ടേഷൻ എല്ലാം, ബിദ്അത്ത് ഖുറാഫാത്തിനുള്ള റെഫ്യൂട്ടേഷൻ എല്ലാം അത് തീവ്രമായി പോകുന്നതൊന്നും, അത് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നവരെയൊക്കെ ഒരു മുശ്രിക്ക് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് ഇദ്ദേഹം ആ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു, ഒരു ചിന്തയായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതായത് ഒരു സാധാരണ മൈനർ ഷിർക്ക് എന്ന് സാധാരണ വിളിക്കുന്ന ചെറിയ ഷിർക്കിലേക്ക് നയിക്കുന്ന ചെറിയ കാര്യങ്ങളെ പോലും മുഹമ്മദ് അബ്ദുൽ വഹാബ് ഒരു മേജർ ഷിർക്ക് എന്ന തരത്തിൽ തന്നെയാണ് കണ്ടത്. കാരണം അന്നത്തെ ഒരു സാഹചര്യം അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സുലൈമാൻ അബ്ദുൽ വഹാബ്
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെയും ഇബ്നു ഖയ്യിമിൻ്റെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചുകൊണ്ട് അത്രത്തോളം തീവ്രത വേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെടുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, തക്ഫീർ ഇദ്ദേഹം ചെയ്യാൻ ഇദ്ദേഹത്തിനൊരു പ്രേരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് സാധാരണ മുസ്ലിങ്ങളെ കാഫിറാക്കുന്ന ഒരു നിലപാട് ഇദ്ദേഹത്തിന് സ്വീകരിച്ചിരുന്നു, അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു എന്നതും ഇദ്ദേഹത്തെ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ എതിർക്കുവാൻ സുലൈമാനെ പ്രേരിപ്പിച്ചു എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ സുലൈമാൻ അബ്ദുൽ വഹാബിന്റെ മറ്റൊരു ധാരണ, ഇദ്ദേഹം ഒരു പുതിയൊരു ബിദ്അത്ത്, ഈ ഒരു വർത്തമാനങ്ങളെല്ലാം ഒരു ബിദ്അത്താണെന്നും അത് മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് സാംസ്കാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സാമൂഹികവും കുടുംബപരവുമായ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാക്കുമെന്നുള്ളതാണ്. ചില ആൾക്കാർ ഈ സുലൈമാൻ അബ്ദുൽ വഹാബിന്റെ ജീവിതത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അനിയനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് സുലൈമാൻ എന്ന് പറയുന്ന പണ്ഡിതനേക്കാളും വലിയ ഇൻഫ്ലുവൻസ് തേടുവാൻ ഒരു കാരണമാകും, അതൊരു പക്ഷേ അസൂയയിലേക്ക് പോലും എത്തിച്ചിട്ടുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ചില വിവരണങ്ങളും പോലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ പഠനങ്ങളിൽ കാണാം. അതുപോലെ തന്നെ ഈ പബ്ലിക് ഓപ്പോസിഷനും അതിനുമായി ബന്ധപ്പെട്ട റൈറ്റിങ്സും, സുലൈമാന്റെ ഓപ്പോസിഷൻ നമുക്ക് ഈ വിഷയത്തിൽ വളരെ ശക്തമാണ്. അദ്ദേഹം ഒരുപാട് കത്തുകൾ എഴുതുകയും അദ്ദേഹത്തിൻ്റെ തന്നെ അനുജന്റെ ഈ നിലപാടുകളെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അത് ആ കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാരെയും പ്രാദേശിക നേതാക്കന്മാർക്ക് കത്തയക്കുകയും മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഫോളോ ചെയ്യരുതെന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കുന്നതൊക്കെയും ആ കത്തുകളിലുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ സലഫി പണ്ഡിതന്മാർ ഇവർ രണ്ടുപേരുടെയും ജീവിതത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് അവസാനം പറയുന്നത്, എത്ര തന്നെയാണെങ്കിലും അവസാനം സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് തൻ്റെ കാഴ്ചപ്പാടുകളെ പുനർവിചിന്തനം നടത്തുകയും അനിയൻ്റെ സഹോദരൻ്റെ നിലപാടുകളിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു ചരിത്രം നമുക്ക് ഇവരുടെ ജീവിതത്തിൽ കാണാം. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, സുലൈമാൻ അബ്ദുൽ വഹാബിന്റെ വിമർശനത്തെ എടുത്തുകൊണ്ട് ഇപ്പോൾ അത് അവസാന വാക്കായി കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു പിന്മടക്കത്തെ, തൻ്റെ സഹോദരനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രത്തെ മായ്ച്ചു കളയും അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കേരളത്തിൽ പോലും കാണാം. അത് ശരിയല്ല എന്നാണ് നമുക്ക് ചരിത്രം നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. മറ്റൊരു വിഷയം, തക്ഫീറുമായി ബന്ധപ്പെട്ട സുലൈമാൻ അബ്ദുൽ വഹാബിന് തന്നെ ഏറ്റവും വലിയൊരു ഭയം ഇദ്ദേഹം തക്ഫീർ നടത്തുമോ എന്നുള്ളതായിരുന്നല്ലോ. അതിന് മുഹമ്മദ് അബ്ദുൽ വഹാബിന് വളരെ ക്ലിയർ ആയ ഒരു കാഴ്ചപ്പാട് വിഷയത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരിക്കലും, അദ്ദേഹം അത് പ്രത്യേകം പറയുന്നുണ്ട്, ഒരാളെ കാഫറാക്കണമെങ്കിൽ വ്യക്തമായ ക്ലിയർ എവിഡൻസ് ഇല്ലാതെ, ദലീലില്ലാതെ ഒരിക്കലും അദ്ദേഹം കാഫറാക്കിയിരുന്നില്ല എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത്, അങ്ങനെ ഒരാളെ, ഒരു മുസ്ലിങ്ങളെ കാഫറാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും കാഫറാക്കുമ്പോൾ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ തക്ഫീർ അദ്ദേഹം ചെയ്തിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ തക്ഫീർ ചെയ്യുന്നത് ഇസ്ലാമിനെ തിരിച്ചറിയുകയും അത് ശരിയായ ബോധമുണ്ടാവുകയും എന്നിട്ട് അതിനെ ഇൻസൾട്ട് ചെയ്യുകയും ജനങ്ങളെ അതിൽ നിന്ന് തടയുകയും എന്നിട്ട് നല്ല ജീവിത രീതി ചെയ്യുന്നവരെ അതിനെതിർക്കുകയും ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് ഞാൻ തക്ഫീർ ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് മജല്ലത്തുൽ ബഹ്സുൽ ഇസ്ലാമിയയിൽ കോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയുന്നത്, ഒരിക്കലും ഈ ആൾക്കാരെ വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതേപോലെ എന്ത് ചെയ്തിട്ടില്ല, കാഫറാക്കിയിട്ടില്ല. പകരം അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തെറ്റാണെന്ന് ബോധിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നത്രേ. എന്നിട്ട് ശേഷം മാത്രമാണ് എന്നിട്ടും അതിൽ പിടിച്ചു നിൽക്കുന്നവരോട് ആണ് അദ്ദേഹം ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നത് എന്ന് ഇബ്നു ജീരീൻ അദ്ദേഹത്തിന്റെ ഷറഹുൽ അഖീദ തഹാവിയിൽ ഈ അദ്ദേഹത്തിന്റെ മെത്തഡോളജി വിശദീകരിച്ച് പറയുന്നത് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു നിലപാട്, ഈ ഏതെങ്കിലും ജാഹിലുകളായ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതോ അല്ലെങ്കിൽ പുതിയ മുസ്ലിങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തെറ്റുകളെ, ഇങ്ങനെയുള്ള ബിദഅത്ത് ഖുറാഫാത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അദ്ദേഹം അങ്ങനെയുള്ളവരെ ഒറ്റയടിക്ക് ആ ഒരു തരത്തിലുള്ള ഒരു കാഫറാക്കലിനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിലപാടോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല എന്നും നമുക്ക് രചനയിൽ കാണാം. പക്ഷെ എന്ത് പറഞ്ഞാണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഈ തക്ഫീർ എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നിലയിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് എതിര് നിന്നവരെ അദ്ദേഹം അങ്ങനെ ചെയ്തത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആവാം സുലൈമാൻ അബ്ദുൽ വഹാബിനെ പോലുള്ള
പ്രമുഖ പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ ഈ തരത്തിലുള്ള നിലപാടുകൾ അത്ര സൂക്ഷ്മമല്ല എന്ന് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഉണർത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ഉസ്മാനികളോടുള്ള ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ കാഴ്ചപ്പാടുകൾ. പൊതുവെ ഈ വിഷയത്തിൽ സാധാരണ പഠനങ്ങളിൽ പറയുന്നത് ഉസ്മാനികളുടെ ഖിലാഫത്തിനെ അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല എന്നാണ്. ഒട്ടുമിക്ക ലിബറൽ സെക്യുലർ രചനകളിലെല്ലാം ആ ഒരു നിലപാട് നമുക്ക് കാണാം. പക്ഷേ സലഫി പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അദ്ദേഹം ഒരിക്കലും ഈ ഉസ്മാനികളുടെയോ ഉസ്മാനി ഖലീഫയുടെയോ അവരുടെ ഒരു ലെജിറ്റിമസി അദ്ദേഹം തള്ളിക്കളഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, അവർ ആ ഒരു റിലീജിയസ് അതോറിറ്റിക്കെതിരെ ഒരു പ്രക്ഷോഭത്തിനോ വിപ്ലവത്തിനോ അദ്ദേഹം ഒരിക്കലും കൽപ്പിക്കുകയോ ഫത്വ പുറപ്പെടുവിക്കുകയോ ചെയ്തിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, നേരത്തെ തന്നെ വിശദീകരിച്ചതുപോലെ ഈ നജ്ദ് എന്ന് പറയുന്നത് ഉസ്മാനികളുടെ അധികാര പ്രദേശത്ത് നിന്ന് അകലെ ആയിരുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ഭരണകർത്താക്കളായിരുന്നു ഇത് കൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് ഉസ്മാനികളോട് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന് ഉണ്ടായിരുന്നില്ല എന്നാണ്. അത് മാത്രമല്ല, പൊതുവെ സലഫി പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന നിലപാട് ഇദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ഭരണകർത്താക്കൾക്കെതിരെ വിപ്ലവം, റെവല്യൂഷൻ എന്നത് ശരിയല്ല എന്നും വുജൂബ് സമവത്താലി അയിമ്മൽ മുസ്ലിമീൻ, അതായത് മുസ്ലിം നേതൃത്വത്തിന് ആ ഒരു അനുസരണവും കീഴ്വണക്കവും നിർബന്ധമാണ് എന്ന് തന്നെയായിരുന്നു ഇദ്ദേഹം കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാൾ ആയ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉസ്മാനികൾക്കെതിരെ ഒരു വിപ്ലവത്തിനോ ഒരു റെവല്യൂഷനോ അല്ലെങ്കിൽ ഒരു റിവോൾട്ടിനോ ഫത്വ കൊടുക്കില്ല എന്നാണ് സലഫി പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അതിനെ വിശദീകരിച്ച് അവർ പറയുന്ന മറ്റൊരു ചരിത്ര വായന, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ശേഷം ഈ സൗദി നേതൃത്വവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വഹാബി മൂവ്മെന്റ് എന്നാണ് ഞാൻ അവിടെ കൊടുത്തെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുവഹിദുകൾ, അതായത് ഷെയ്ഖ് അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരും മുഹമ്മദ് ബിൻ സൗദിന്റെ കുടുംബവും തമ്മിലുള്ള ആ ഒരു മൂവ്മെന്റ് അവര് യഥാർത്ഥത്തിൽ ഉസ്മാനികളുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സൈനികപരമായ ഒരു കോൺഫ്ലിക്റ്റിലായിരുന്നു. കാരണം സൗദികളുടെ ഈ ഒരു വളർച്ച അത് ഉസ്മാനികളുടെ പ്രദേശങ്ങളിലേക്ക് എത്തുന്നതും ഉസ്മാനി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളും, അതുപോലെ തന്നെ ഉസ്മാനികളുടെ ചില ഷിയാക്കളോടും സൂഫികളോടുമുള്ള വളരെ മൃദുലമായ നിലപാടുകൾ, സ്വാഭാവികമായും ഉസ്മാനികൾ ഷിയാക്കളോടും സൂഫികളോടും വളരെ സോഫ്റ്റായ കാഴ്ചപ്പാട് തന്നെയാണ് സ്വീകരിക്കുക. കാരണം അവരുടെ സബ്ജക്റ്റ് എന്ന നിലയിൽ ആ ഭാഗങ്ങളിൽ സ്റ്റെബിലിറ്റി വരുത്തുക എന്നത് ഇവരുടെ ഒരു നിലപാട് തന്നെയാണ്. അത് മാത്രമല്ല, സൂഫി ഓറിയന്റേഷൻ ഉള്ള ഭരണകർത്താക്കൾ തന്നെയായിരുന്നു ഉസ്മാനി ഖലീഫമാർ. അപ്പോൾ ആ ഒരു കാഴ്ചയിൽ മതപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉസ്മാനികളെ വിമർശിച്ചതെന്നും അതല്ലാതെ രാഷ്ട്രീയ വിഷയങ്ങളിൽ അവരുടെ ആധിപത്യത്തെ തള്ളിക്കളഞ്ഞുമില്ല എന്നാണ് ഈ ഒരു വിശദീകരണം പറഞ്ഞുകൊണ്ട് പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് അന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് യമീൻ അലി എഫന്തി. അദ്ദേഹം ഉസ്മാനി ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ അൽ ഖവാനീൻ ആലി ഉസ്മാൻ മദാമീൻ ദഫ്തർ ദീവാൻ, അതായത് ഉസ്മാനികളുടെ ഈ ഒരു ഭാഗത്തെ ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റിൽ നജിദിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. അതായത് ബാക്കിയുള്ള അറബ് പ്രദേശങ്ങളെല്ലാം ഉസ്മാനികളുടെ ഒരു അധികാര പ്രദേശത്തെ ആ ഒരു ഡോക്യുമെന്റിൽ ചിത്രീകരിക്കുന്നുണ്ട്. 23ഓളം പ്രവിശ്യകൾ ആ ഉസ്മാനിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിൽ 14 അറബികളായിരുന്നു. എന്നാൽ ഇതിൽ നജിദ് ആ ഭാഗത്ത് പെട്ടതായിരുന്നില്ല. അതായത് ഈ ഡോക്യുമെന്റിന്റെ തന്നെ ഒരു തെളിവ് എത്രത്തോളം എന്നാൽ, നജിദ് എന്ന് പറയുന്നത് ഉസ്മാനികളുടെ അധികാര പ്രദേശത്തായിരുന്നില്ല എന്നതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് വഹാബ് ഉസ്മാനികൾക്കെതിരെ ആ തരത്തിൽ ഫത്വ പുറപ്പെടുവിച്ചിട്ടില്ല എന്നതിന് തെളിവ് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് സാധാരണ സലഫി പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ചുള്ള പ്രധാന ആരോപണങ്ങളൊന്നും ഇതാണ്: ഉസ്മാനികൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഫത്വയും ഉസ്മാനി ഖിലാഫത്ത് ഇല്ലെജിറ്റിമേറ്റ് ആണ്, നിയമസാധുത ഇല്ലാത്തതുമാണ് എന്നുള്ളതാണ്. അതൊരു പക്ഷേ പൊളിറ്റിക്കലി എന്നതിനേക്കാളും അപ്പുറം അവരുടെ ഷീ സൂഫി വിഭാഗങ്ങളോടുള്ള കാഴ്ചപ്പാടിനുള്ള വിമർശനമായിട്ട് മാത്രമാണ് മനസ്സിലാക്കേണ്ടതെന്നും ഖിലാഫത്തിനുള്ള പൊളിറ്റിക്കലിയായിട്ടുള്ള ഒരു റിബൽ അല്ല എന്നും ആണ് സലഫി പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിൽ കാണുന്നത്. ഈ തരത്തിൽ ലോകത്ത്, പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത്,
ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു മൂവ്മെൻറ്റിൻ്റെ ആളായി മാറുകയും അന്നത്തെ അറബ് സമൂഹത്തിൻ്റെ ഒരു വലിയൊരു പരിഷ്കർത്താവായി രൂപപ്പെടുകയും അത് പിന്നീട് അറബ് ലോകത്തും ഈ ഏഷ്യൻ ആഫ്രിക്കൻ ലോകത്തുമെല്ലാം പരക്കുന്ന തരത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് സ്വാധീനവും ഉണ്ടായി എന്ന് നമുക്ക് കാണാം. ഒരു പക്ഷേ ഈ ഒരു പ്രവണത തന്നെ പിന്നീട് വളരെ തീക്ഷ്ണമായി മാറുന്നത് കാണാം. അതായത് കിങ് അബ്ദുൽ അസീസ് ബിൻ സൗദ് 1900-ങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്രമായ ഒരു റോയൽ ആർമി ഉണ്ടായിരുന്നു. അൽ ഇഖ്വാൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. അവർ ആ ഒരു കാലത്തുണ്ടായിരുന്ന പലവിധ പുതിയ അടയാളങ്ങളെ, പ്രത്യേകിച്ച് ടെലഗ്രാഫ് പോലുള്ള ഈ റെയിൽവേ ട്രാക്ക് പോലെ, കാറ്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ആ സൗദിയിലെ സാന്നിധ്യം, ഇതൊക്കെയും വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും അതിനെതിരെ വാളെടുക്കുകയും അവസാനം ഇവരെ ഈ അബ്ദുൽ അസീസ് ബിൻ സൗദ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ആർമി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പരാജയപ്പെടുത്തുകയും പലരെ കൊന്നുകളയുകയും നാടുകടത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ഫത്വകളുടെ ഒരു മറ്റൊരു കാലത്തേക്ക് നീട്ടി വായിക്കുകയും അതിന് വേണ്ട രീതിയിൽ സാഹചര്യമനുസരിച്ച് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലവും കൂടിയായിരുന്നു അതെന്നാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. ഈ ഒരു തരത്തിലാണ് നമ്മൾ പുറം ലോകം വഹാബി എന്ന് വിളിക്കുന്ന, എന്നാൽ ആ പദത്തിൻ്റെ ഒരു കൊളോണിയൽ ഹാങ് ഓവർ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ ഒരു രൂപീകരണവും അതിൻ്റെ വളർച്ചയും ആ ഒരു മൂവ്മെൻറ്റ് ഇത്രത്തോളം ഒരു അറബ് ഇസ്ലാമിക ലോകങ്ങളിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നതും കൂടി നമുക്ക് കാണാവുന്നതാണ്. അപ്പോഴും അവസാനം ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഫത്വകൾ ആ ഒരു സാഹചര്യത്തോടു കൂടി ചേർത്ത് വായിച്ചാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ നീതിപൂർവ്വം സമീപിക്കാൻ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.